ക്രീം ഓയിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നേരിട്ട് അങ്ങ് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പം നിങ്ങൾ ഇതും കൂടെ ചെയ്യുക. എല്ലാം കടയിൽ പോയി കൊണ്ട കെമിക്കലും തേച്ച് മേടിച്ച് നിങ്ങൾ മുഖത്ത് തേച്ച് ഉള്ള സ്കിന്നും കൂടെ കളയരുത് മക്കളെ, കളയരുത്. ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കുക, അനുസരിക്കുക കേട്ടോ, അനുസരിക്കുക. ഈ പ്രായം ഇതിലേക്ക് ആയോരെ പറയുന്നത്. അപ്പം ഹലോ, അപ്പം ഞാൻ പുതിയൊരു ബ്യൂട്ടി ടിപ്സുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അടിപൊളി ടിപ്സാണ് കേട്ടോ. അതാ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പപ്പായയാണ്, അല്ലെങ്കിൽ കപ്പളങ്ങ. അപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഒലിവ് ഓയിലൊക്കെ ഞാൻ തേച്ച് മസാജ് ചെയ്യുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കേട്ടോ. അപ്പം ഞാൻ അതാണ് അടുത്തത്. ഇന്ന് പപ്പായ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പപ്പായ ഉണ്ടല്ലോ, കേടുണ്ടായിരുന്നു. കേടായത് കുറച്ച് ഞാനത് ചെത്തിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിവിടെ ഉണ്ടായതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ചെത്തിപ്പറിച്ചെടുത്ത് വെറുതെ കളയണ്ട, നമുക്ക് അതിൻ്റെ ഭാഗം ഉള്ളതെടുത്തിട്ട് കഴിക്കാമല്ലോ. മഴ പിടിച്ചപ്പം മഴയത്ത് എവിടെയും ഇങ്ങനെ കേടാകുന്ന ഒരു കുഴപ്പമില്ല, നല്ലതാണ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് കുറേ സാധനങ്ങൾ കൊടുക്കണം. അല്ലാണ്ട് ഈ സ്കിന്നിൻ്റെ പുറത്ത് കൊണ്ടുപോയി നമ്മൾ തേച്ചിട്ട് കാര്യമുണ്ടോ? അപ്പം നമ്മൾ എന്നാന്ന് വെച്ചാൽ കഴിക്കണം, ഫ്രൂട്ട്സുകളെല്ലാം കഴിക്കണം. ഞാൻ എല്ലാ ഫ്രൂട്ട്സും കഴിക്കും, എനിക്കിഷ്ടമാണ്. നമ്മൾ എല്ലാം കഴിക്കണം. എല്ലാ പിള്ളേരും ചെയ്തിനാന്ന് വെച്ചാൽ കഴിക്കാതെ കൊണ്ടുപോയി കുറച്ചുകൂടെ മുഖത്തൂടെ തേച്ച് വെച്ച് സുന്ദരിമാരാകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഒരു സുന്ദരിമാരും ആവത്തില്ല, നമ്മൾ കഴിക്കുകയും കൂടി ചെയ്യണം കേട്ടോ. എന്നിട്ട് ബാക്കിയൊക്കെ കുറച്ചെടുത്തതിൻ്റെ പുറമേയൊക്കെ തേക്കാം കേട്ടോ. കഴിച്ചപ്പോൾ ഞാനൊരു ഇത്തിരി എടുത്ത് മാറ്റി അങ്ങ് വെച്ചു, അല്ലെങ്കിൽ മൊത്തം തീർക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് നന്നായിട്ട് കയ്യിലിട്ട് അങ്ങ് ഉടച്ച് പെരട്ടി ഇങ്ങോട്ട് ഇട്ടേക്കാം. വേണമെങ്കിൽ വല്ല പാത്രത്തിലും വെച്ച് വേണമെങ്കിൽ ഉടച്ചെടുത്തു. എന്നിട്ട് ഇതുപോലെ അങ്ങ് തേച്ച് അങ്ങ് കൂട്ടിക്കണം കയ്യിലിട്ട് കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ താഴോട്ട് അധികം ഇട്ട് തൂക്കരുതേ. ഞാൻ ഒരു കോയിൽ ആക്കിയത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അതുപോലെ മുകളിലേക്ക് മാത്രം അങ്ങനെ തേക്കാവുള്ളൂ കേട്ടോ. താഴോട്ട് ഇങ്ങനെ വലിച്ച് തൂക്കരുത് നമ്മുടെ മുഖം. എന്നിട്ട് മുകളിലേക്ക് ഒക്കെ ഇങ്ങനെ ആക്കിയിട്ട് വേണം തേക്കാൻ. അപ്പോൾ ഇത് എല്ലാ സ്ഥലങ്ങളെയും കൂടി അങ്ങ് തേച്ചണം. കണ്ണിനകത്ത് മാത്രം കൊണ്ട് കുത്തി തേച്ചേക്കരുത്. എന്നിട്ട് പിന്നെ എന്നെ പറയരുത്. അപ്പം എന്തായാലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. ഇത് കപ്പളങ്ങ എടുക്കുമ്പോൾ അതിൻ്റെ കറയില്ലേ, എന്ന ചൊനാന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ സാധനം ഒന്നും വരരുത് കേട്ടോ. അത് വെച്ച് മുഖം പൊള്ളുകയോ നീറുകയൊക്കെ ചെയ്യേ. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് വടിച്ച് അങ്ങ് കളഞ്ഞേക്കണം. അത് നമ്മൾ അതിൻ്റെ ഞെടുപ്പ് കുത്തി വെക്കുമ്പം പൊക്കോളും. പിന്നെ നമ്മൾ മുറിക്കുമ്പോൾ അങ്ങനെ കാണത്തില്ല. പച്ചയോടെ പറിക്കുമ്പോഴേ മുറിക്കുവാണെങ്കിൽ ചിലപ്പോൾ കാണും. അപ്പോൾ അതിനങ്ങ് വടിച്ച് കഴുകിയൊക്കെ അങ്ങ് കളഞ്ഞിട്ട് എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തോടെ അങ്ങ് തേക്കണം. കഴുത്തിനും പുറത്തും ഒക്കെ ആയിട്ട് അങ്ങ് തേച്ചോണം കേട്ടോ. ഈ എപ്പോഴും വെയിലൊക്കെ കൊള്ളുന്നോടും അല്ലേ. നിങ്ങൾ എന്നതാ സൂര്യപ്രകാശത്തിൽ പോകുമ്പോൾ തന്നെ സൺസ്ക്രീന് കണ്ട് കിണ്ടാൻ വേണ്ടിയൊക്കെ. ഇതൊക്കെ എപ്പോൾ തുടങ്ങിയതാ, ഏത് കാലത്ത് തുടങ്ങിയതാ? ഞങ്ങളൊന്നും ഇതൊന്നും തേച്ചിട്ടില്ലായിരുന്നു മക്കളെ. നമ്മളൊക്കെ ഈ പൊരിവെയിലും കൊണ്ട് വെടച്ച് നടന്നതാണ് ഞങ്ങളൊക്കെ. അറിയുമോ, പള്ളിക്കുടുത്തി പോകുമ്പോഴൊക്കെ എത്ര കിലോമീറ്റർ നടന്നിട്ടാണ് പോയെന്നറിയുമോ? അന്നേരം ഒന്നും ഇതൊന്നും തേച്ചില്ല ഞങ്ങൾ. പക്ഷെ അന്നൊന്നും തേച്ചിട്ടില്ല. ഇപ്പം ഈ സൗന്ദര്യബോധം വന്നപ്പോഴാണ് ഇതൊക്കെ തേക്കുന്നത് കേട്ടോ. ഇത്തിരി ചുളുക്കൊക്കെ വന്നപ്പോൾ ആണ് ഇത് കണ്ടോ. ഇപ്പോഴാണ് സൗന്ദര്യബോധം വരുന്നത്. ഒരു ഒന്നും അറിയത്തില്ലായിരുന്നു ഇതങ്ങനെ. അതുകൊണ്ട് പുറത്തേക്ക് എല്ലാം അങ്ങ് തേച്ചോക്കണം. പക്ഷെ കഴിക്കണേ, ഒന്നാമത് കഴിക്കുക. നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്തിട്ടാണ് സ്കിന്നിലേക്ക് കൊണ്ടുവരേണ്ടത്, അത് ഓർമ്മ വേണം. അപ്പോൾ എല്ലായിടത്തും കൂടെ തേച്ച് ഒന്നും കൂടി ടമ്പടെ കുട്ടത്തിയായിട്ട് വെക്കുക. എന്നിട്ട് കുളിക്കുക. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി കേട്ടോ. പ്രത്യേകം ഓർക്കണം, ഇതിൻ്റെ ഇതിൻ്റെ ചൊന ഒക്കെ കളഞ്ഞോണം. അത് മുഖത്ത് വാരി തേച്ച് വെച്ചിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ. അപ്പോൾ പൊളിയനൊന്നും ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നല്ല സൂപ്പർ സംഭവമാണ്. ഇതങ്ങോട്ട് തേച്ച് മിടുക്കിയായിട്ട് ഇരിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വേണേൽ ചുണ്ടത്തൊക്കെ വെച്ചിട്ട് തേച്ച് വെച്ചാൽ അങ്ങനെ. അത് ഇത്രയേ ഉള്ളൂ കഥ. ഇത് നിങ്ങൾ ചെയ്യുക, അടിപൊളി ടിപ്സാണ്. ഇനി പപ്പായ എടുക്കുമ്പോൾ എപ്പോഴും അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും പോകണ്ട. നമ്മൾ മുറിച്ച് എല്ലാവർക്കും തിന്നാൻ കൊടുക്കുമ്പോഴത്തേനും അങ്ങോട്ട് തേക്കുക. ഇതിപ്പോൾ റെഡ് ലേഡിയുടെ, മറ്റേതാണ് കുറച്ചും കൂടെ അലിഞ്ഞ് പഴുക്കുന്നത് കാണും. അതങ്ങ് വാരി മുഖത്തോടെ വെക്കുന്നത് തേക്കുക. ഇതെപ്പോൾ മുറിച്ചാലും ഞാനിങ്ങനെ തേക്കും കേട്ടോ. ഇപ്പോഴിപ്പോഴും പണ്ടൊന്നും അറിയത്തില്ല ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ഗുണമുണ്ടെന്ന്. ഇതിപ്പോൾ പപ്പായ കൊണ്ട് ക്രീം ഓയിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നേരിട്ട് അങ്ങ് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പം നിങ്ങൾ ഇതും കൂടെ ചെയ്യുക. എല്ലാം കടയിൽ പോയി കൊണ്ട കെമിക്കലും തേച്ച് മേടിച്ച് നിങ്ങൾ മുഖത്ത് തേച്ച് ഉള്ള സ്കിന്നും കൂടെ കളയരുത് മക്കളെ, കളയരുത്. ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുക, അനുസരിക്കുക കേട്ടോ, അനുസരിക്കുക. ഈ പ്രായം ഇത്തിരിയൊക്കെ ആയോരെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. നിങ്ങൾ ഇതൊക്കെ ചെയ്യുക, മിടുക്കരായിട്ടിരിക്കുക. ബൈ.